Next, last area ആണ് under absorption and over absorption of overhead. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോസ്റ്റിന് എത്രയാണ് ഓവർഹെഡ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് എത്രയാണ് ഓവർഹെഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ എസ്റ്റിമേറ്റഡ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പലതരത്തിലുള്ള അബ്സോർപ്ഷൻ റേറ്റുകൾ നമ്മൾ പഠിച്ചു. ഫാക്ടറി ഓവർഹെഡിൻ്റെ കേസിൽ നമ്മൾ 7 തരത്തിലുള്ള ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാണാനുള്ള മെത്തേഡ്സ് പഠിച്ചു. അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ കേസിൽ 5 മെത്തേഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ 4 മെത്തേഡ്സും പഠിച്ചു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ റേറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രയായിരിക്കും ഓവർഹെഡ് വരിക എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് പോലെ ആവണമെന്നില്ല ചിലപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത്. സോ ഈ ആക്ച്വൽ ഫിഗേഴ്സും ആക്ച്വലി എത്രയാണോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് അതിന് വന്നിട്ടുള്ള ഓവർഹെഡ്, അതും എസ്റ്റിമേറ്റഡ് ഫിഗർ എത്രയാണോ അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതലായിരിക്കും ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതിനേക്കാളും കുറവായിരിക്കും ആക്ച്വലി ഉണ്ടായിട്ടുള്ള ഓവർഹെഡ്. സോ ആ ഡിഫറൻസിനെയാണ് അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ, ഓവർഹെഡ്സ് അബ്സോർബ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആർ മോർ ദാൻ ആക്ച്വൽ ഓവർഹെഡ്. ആക്ച്വൽ ഓവർഹെഡിനേക്കാളും കൂടുതലാവാം അബ്സോർബ് ചെയ്തിട്ടുള്ള ഓവർഹെഡ്. അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞത് ഓവർഹെഡ്സ് അബ്സോർബ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആർ ലെസ് ദാൻ ദി ആക്ച്വൽ ഓവർഹെഡ്, കുറവായിരിക്കാം. ഇതൊരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. പല മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കിട്ടിയിട്ടുള്ളത് 0.40 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ സപ്പോസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ടാണ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ കിട്ടിയത് പ്രകാരം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് 10,000 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10,000-ന് എത്രയായിരിക്കും അവിടെ ഓവർഹെഡ് വരിക എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക എങ്ങനെയാണ്, 0.40 ഇൻറ്റു 10,000. സോ നമുക്ക് 4,000 കിട്ടും. സോ 4,000 ആണ് എസ്റ്റിമേറ്റഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്തതാണ്, അതായത് ആക്ച്വലി അല്ല, ഇത് എസ്റ്റിമേറ്റ് ചെയ്ത ഓവർഹെഡാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷനൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഓവർഹെഡ് എന്ന് പറയുന്നത് സപ്പോസ് 3,000 ആണെന്ന് വിചാരിക്കാം. അതായത് 3,000 ആണ് ആക്ച്വൽ ഓവർഹെഡ്, എസ്റ്റിമേറ്റഡ് ഓവർഹെഡ് 4,000 ആണ്. സോ അവിടെ എന്തെന്ന് പറയാം, ഈ സിറ്റുവേഷനെയാണ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ സംഭവിച്ച ഓവർഹെഡിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, ആ ഒരു സിറ്റുവേഷനെയാണ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സപ്പോസ് 4,000 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,000 ആണെന്ന് 6,000 ആണെന്ന് വിചാരിക്കുക. 6,000 ആണ് ആക്ച്വലി ഓവർഹെഡ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഓവർഹെഡ് എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേഷനാണ്. നമ്മൾ കുറവായിരിക്കും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടു. അവിടെയാണ് ആ ഒരു സിറ്റുവേഷനെ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. സോ ഈ രണ്ട് സിറ്റുവേഷനും നല്ലതല്ല. കാരണം ഓവർ അബ്സോർപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അണ്ടർ അബ്സോർപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ബേസിലാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, പല കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ്. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് നമ്മളുടെ സെല്ലിംഗ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യും, നമ്മളുടെ ബിസിനസ്സിനെ ആസ് എ ഹോൾ അഫക്റ്റ് ചെയ്യും. സോ അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും ഉണ്ടാവാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ എന്തൊക്കെയാവാം, റോങ് എസ്റ്റിമേഷൻ ആയിരിക്കാം, ഓവർഹെഡിനെ റോങ് എസ്റ്റിമേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ റോങ് എസ്റ്റിമേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ദ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി സോ ഈ അണ്ടർ അബ്സോർപ്ഷനെ ഓവർ അബ്സോർപ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 മാർഗ്ഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ മാർഗ്ഗം യൂസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ്. യൂസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം ഒരു അബ്സോർപ്ഷൻ റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ റേറ്റ് പോലെ തന്നെ നമ്മളൊരു സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഓവർ അബ്സോർബ്ഡ് ഓവർഹെഡ് അല്ലെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ്, എത്രയാണോ നമ്മൾ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ ബേസ്, ഏതാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബേസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളുടെ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വരുന്നത് 4000 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് 3000 ആണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ അബ്സോർപ്ഷനായിട്ട് നടന്നിട്ടുള്ളത് എത്രയാണ്? 1000 ആണ്. സോ ഈ 1000 ഡിവൈഡഡ് ബൈ എത്രയാണ്? ബേസ്. ബേസ് എന്ന് പറയുന്നത് അവിടെ ഡയറക്റ്റ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് വരുന്നത്? 10,000 ആണ്. സോ 10,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുമ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി റേറ്റ് കിട്ടും. ആ സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് അണ്ടർ ദിസ് മെത്തേഡ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർഹെഡ് ഈസ് അപ്പോർഷൻഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻറ്ററി, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻറ്ററി ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് ബൈ മീൻസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും കോസ്റ്റ് ഓഫ് സെയിൽസിനോട് കൂടെ എന്ത് ചെയ്യണം? ഈ സപ്ലിമെൻ്ററി റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഉള്ള ഓവർഹെഡ് അല്ലെങ്കിൽ ആക്ച്വൽ ഉള്ള ഓവർഹെഡിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ആദ്യം സപ്ലിമെൻ്ററി റേറ്റ് കണ്ടുപിടിക്കുക. ആ സപ്ലിമെൻ്ററി റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻറ്ററി ഉണ്ടായിരിക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻറ്ററി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ടായിരിക്കും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിനോടൊക്കെ എന്ത് ചെയ്യണം? ഈ സപ്ലിമെൻ്ററി റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? ആക്ച്വൽ ഓവർഹെഡിലേക്ക് എത്തിക്കാൻ പറ്റും. സോ അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ സിറ്റുവേഷൻ അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ടു ബി അഡ്ജസ്റ്റഡ് ഈസ് ആഡഡ് ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. നമ്മൾ എത്രയാണോ അഡ്ജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് ആഡ് ചെയ്യണം. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അബ്സോർബ് റേറ്റ് 4000 ഉള്ള സ്ഥാനത്ത് ആക്ച്വലി 4000 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 3000 ആണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആക്ച്വൽ വന്നിട്ടുള്ളത് 4000 ആണ്, പക്ഷേ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു 3000 ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് എത്രയാണോ നമ്മൾ കൂടുതലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ ആ എത്രയാണോ കൂടുതലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ഡിഡക്റ്റ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന ഈ മെത്തേഡ്സുകളൊക്കെ നമുക്കറിയാം. ഒരു എന്താ പറയുക, ഔട്ട്സൈഡ് പാർട്ടീസിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനൊന്നുമല്ല. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ഇതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഈ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് തള്ളുകയാണ് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. സോ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഈ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള അബ്സോർബ്ഡ് സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്യുക എപ്പോഴാണെന്നറിയോ? നമ്മളുടെ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുള്ളത് എമൗണ്ട് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിലൊക്കെയാണ് ഈ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാരി ഓവർ ടു ദ നെക്സ്റ്റ് ഇയേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് നമ്മൾ അതിനെ അണ്ടർ അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഓവർ അബ്സോർബ്ഡ് എമൗണ്ടിനെ നമ്മൾ റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിൽ കൊണ്ടിട്ടിട്ട് അതിന് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴേക്കാണെന്ന് അറിയോ? വെൻ ദ നോർമൽ ബിസിനസ് സൈക്കിൾ ഈസ് മോർ ദാൻ 1 ഇയർ. ഒരു ഇയറിലേക്കാളും കൂടുതലാണ് നമ്മൾ നോർമൽ ബിസിനസ് സൈക്കിൾ. അതായത് നമ്മൾ ചില ബിസിനസ്സൊക്കെ പറയില്ലേ, ഒരു എപ്പോഴാണോ ബിസിനസ് അവസാനിക്കുന്നത്, ഇപ്പോൾ 3 ഇയേഴ്സാണ് നമ്മളുടെ പീരീഡ് എന്നുണ്ടെങ്കിൽ ആ 3 ഇയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ഒരു ഇയർ കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഓവർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. കാരണം നമ്മൾ 3 വർഷം വരെ നമ്മളുടെ ബിസിനസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിമാൻഡ് സീസണലാണ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ
ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ വർഷം ഇങ്ങനെ സംഭവിച്ചു, പക്ഷേ നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൂടായില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാം. പിന്നെ ഓവർഹെഡ് റേറ്റ്സ് ആർ എസ്റ്റിമേറ്റഡ് ഓൺ ലോങ് ടേം ബേസിസ്. ഓവർഹെഡ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കുറേ ഒരു ലോങ് ടേം ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇതിനെ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. ഇതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അത് വളരെ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ മാത്രം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കൺട്രോളിൽ വരുന്നതല്ല, അബ്നോർമൽ ഫാക്ടേഴ്സ് കാരണമാണ് ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ സിറ്റുവേഷനിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ 3 മെത്തേഡ്സുകളാണ് നമുക്ക് അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഒഴിവാക്കാൻ പറ്റുന്ന മാർഗം. സോ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. എന്താണ് ഓവർ അബ്സോർപ്ഷൻ, എന്താണ് അണ്ടർ അബ്സോർപ്ഷൻ, ഇത് വരാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. In a manufacturing unit, the factory overhead was recovered at a predetermined rate of 25 per man day. The total factory overhead expenses incurred and the man days actually worked were 41.50 lakhs and 1.5 lakhs man days respectively. Out of the 40,000 units produced during a period, 30,000 were sold. On analyzing the reasons, it was found that 60% of the unabsorbed overhead were due to defective planning and the rest were attributable to increase in overhead cost. How would other unabsorbed overheads be treated in cost accounts? So, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ് ആക്ച്വൽ ഓവർ ഹെഡ് എന്നുള്ളതറിയാം, എത്രയാണ് എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് എന്നുള്ളതറിയാം. അപ്പോൾ എന്താണ് ഡിഫറൻസ് അണ്ടർ അബ്സോർബ്ഡ് ആണോ ഓവർ അബ്സോർബ്ഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. സോ ഇവിടെ ആക്ച്വൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത്, ആക്ച്വൽ ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്, 41.5 ലാക്സ് ആണ് ആക്ച്വൽ ഓവർ ഹെഡ്. ഇനി അബ്സോർബ്ഡ് ഓവർ ഹെഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അബ്സോർബ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ മാൻ ഡേയ്സ് ഇൻറ്റു റേറ്റ്. അതായത് ആക്ച്വൽ മാൻ ഡേയ്സ് എത്രയാണ്, ആക്ച്വൽ മാൻ ഡേയ്സ് എന്ന് പറയുന്നത് 1.5 ലാക്സ് ആണ്. സോ 1.5 ഇൻറ്റു എത്രയാണ് ഒരു മാൻ ഡേക്കുള്ളത് റേറ്റ് എന്ന് പറയുന്നത് 25 ആണ്. സോ 1.5 ലാക്സ് ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 37.5 ലാക്സ് അതാണ് നമുക്ക് കിട്ടുന്നത് അബ്സോർബ്ഡ്. അപ്പോൾ നമുക്ക് ഇവിടെ അണ്ടർ അബ്സോർപ്ഷനാണ് വന്നിട്ടുള്ളത്. കാരണം ആക്ച്വൽ വന്നിട്ടുള്ളത് 41.50 ലാക്സ് വന്നിട്ടുണ്ട്, പക്ഷേ അബ്സോർബ്ഡ് 31.50 ലാക്സ് ആണ്. സോ ഇവിടെ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 4 ലാക്സ് ആണ്. ഈ 4 ലാക്സ് അണ്ടർ അബ്സോർപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ റീസൺസ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 60% ഓഫ് ദ അൺഅബ്സോർബ്ഡ് ഓവർ ഹെഡ്, അതായത് 4 ലാക്സിൻ്റെ 60%, 4 ലാക്സിൻ്റെ 60% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 60% 2.40 ലാക്സ് എന്ത് കാരണം കൊണ്ടാണ്, ഡിഫക്റ്റീവ് പ്ലാനിങ് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഈ 4 ലാക്സിൻ്റെ 40%, അതായത് 1.60 ലാക്സ് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്, ആട്രിബ്യൂട്ടബിൾ ടു ഇൻക്രീസ് ഇൻ ഓവർഹെഡ് കോസ്റ്റ് കൂടിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സോ ഇവിടെ 2 റീസൺസ് കാരണമാണ് നമുക്ക് ഓവർഹെഡ് സംഭവിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഓവർഹെഡ് ഈ 60% എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് പ്ലാനിങ് കാരണമാണ്. അതായത് നമ്മളുടെ അബ്നോർമൽ റീസൺസ് കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്, അബ്നോർമൽ ഫാക്ടേഴ്സ് കാരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനെ 2.40 ലാക്സിനെ നമ്മൾ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇനി ബാക്കി 1.60 ലാക്സിന് എന്ത് ചെയ്യണം, അത് സംഭവിക്കാനുള്ള കാരണം ഇൻക്രീസ് ഇൻ ഓവർഹെഡ് കോസ്റ്റാണ്. ഓവർഹെഡ് കോസ്റ്റ് കൂടിയതാണ് കാരണം. അപ്പോൾ അങ്ങനെ ഓവർഹെഡ് കോസ്റ്റിലൊക്കെ കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ കുറവുണ്ടാവുക അങ്ങനെയുള്ള റീസൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലിമെൻ്ററി റേറ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സപ്ലിമെൻ്ററി റേറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. സപ്ലിമെൻ്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം എങ്ങനെയാണ്. എന്താണ്, അണ്ടർ അബ്സോർബ്ഡ് റേറ്റ്. ഇവിടെ അണ്ടർ അബ്സോർബ്ഡ് റേറ്റ് എന്ന് പറയുന്നത് 1.6
1.60 ലാക്സ് ആണ് ഡിവൈഡഡ് ബൈ എത്രയാണോ ബേസ് എന്ന് പറയുന്നത് ഇവിടെ 40,000 ആണ്. 40,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ 1.60 ഡിവൈഡഡ് ബൈ 40,000 എന്ന് പറയുമ്പോൾ ₹4 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറയുന്നത് ₹4 ആണ്. സോ ഈ സപ്ലിമെൻ്ററി റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്താ പറയുക, കോസ്റ്റ് ഓഫ് സെയിൽസും ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കും സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത് 40,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിൽ 30,000 ആണ് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ളത്. സോ 30,000 സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, അപ്പോൾ ബാക്കിയുള്ള 40,000 പ്രൊഡ്യൂസ് ചെയ്തതിൽ 30,000 സെയിൽസ് നടത്തിയാൽ ബാക്കി 10,000 എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതായത് ഐഡിയലായിട്ട് കിടക്കുന്നതാണ്, സെയിൽസ് ചെയ്യാതെ കിടക്കുന്നതാണ്. ഈ 10,000-നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അബ്സോർബ്ഡ് റേറ്റ്, സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 30,000 × 4, അതായത് 1.20 ലാക്സ്. പിന്നെ 1.60 ലാക്സിൽ 1.20 ലാക്സ് എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിൽ 10,000 × 4, അതായത് 0.40, അതായത് 40,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. സോ അണ്ടർ അബ്സോർപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതിനെ ആഡ് ചെയ്യണം. അതായത് അതിനെ കോസ്റ്റ് ഓഫ് സെയിൽസിലേക്കോ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻറ്ററീസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യണം. സോ ഈ 1.20 ലാക്സ് കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് ആഡ് ചെയ്യണം, 40,000 ഫിനിഷ്ഡ് ഗുഡ്സിലേക്കും ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓവർഹെഡിനെ, അൺഅബ്സോർബ്ഡ് ഓവർഹെഡിനെ ഡീൽ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയാം, 2 സിറ്റുവേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡിഫക്റ്റീവ് പ്ലാനിങ് കാരണം, മറ്റേത് ഓവർഹെഡ് കോസ്റ്റിലുള്ള ചേഞ്ച് കാരണം. ഇപ്പോൾ 2 റീസൺസ് കാരണമാകുമ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്യണം. ഓക്കെ, സോ ഓവർഹെഡ് ചാപ്റ്റർ ഈസ് ഓർ